നമസ്കാരം. പ്രധാന വാർത്തകൾ. തിമിർത്ത് പെയ്ത് വേനൽ മഴ. ഞായറാഴ്ച 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ ശക്തമാകുന്നു. ഇന്നലെ സംസ്ഥാനത്ത് പലയിടത്തും മെച്ചപ്പെട്ട മഴ ലഭിച്ചിരുന്നു. അടുത്ത ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്ടിൽ ഇന്നാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ചയാണ് യെല്ലോ അലർട്ട്. വേനൽ മഴ എത്തിയതോടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും വിവിധ ജില്ലകളിൽ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നരേന്ദ്ര ധാബോൽക്കർ വധക്കേസ് 2 പ്രതികൾക്ക് ജീവപര്യന്തം, 3 പേരെ വെറുതെ വിട്ടു. സാമൂഹ്യ പ്രവർത്തകനും യുക്തിവാദിയും ഡോക്ടറുമായിരുന്ന നരേന്ദ്ര ധാബോൽക്കറുടെ കൊലപാതകത്തിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 3 പേരെ വെറുതെ വിട്ടു. പൂനെ സെഷൻസ് കോടതിയുടേതാണ് വിധി. സച്ചിൻ അന്തൂരെ, ശരത് കലാസ്കർ എന്നിവർക്കാണ് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ഡോക്ടർ വീരേന്ദ്ര സിംഗ് താവ്ദെ, വിക്രം ഭവെ, സഞ്ജീവ് പുന്നലേകർ എന്നീ പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. 3 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ പൂനെ സെഷൻസ് കോടതി ജഡ്ജി പി ജാദവാണ് വിധി പ്രസ്താവിച്ചത്. യുക്തിവാദി നേതാവായ നരേന്ദ്ര ധാബോൽക്കർ 2013 മഹാരാഷ്ട്രയിലെ പൂനെയിൽ പ്രഭാത നടത്തത്തിനിടെയാണ് കൊല്ലപ്പെട്ടത്. സനാതൻ സൻസ്ഥ സംഘടനയുമായി ബന്ധമുള്ള പ്രതികളെ CBI ആണ് അറസ്റ്റ് ചെയ്തത്. 2014 കേസ് CBI ഏറ്റെടുത്തത്. കൊലപാതക കേസ്. സൗദിയിൽ ഇന്ത്യക്കാരന്റെ വധശിക്ഷ നടപ്പാക്കി. കൊലപാതക കേസിൽ പ്രതിയായ ഇന്ത്യക്കാരന്റെ വധശിക്ഷ നടപ്പാക്കി സൗദി ഭരണകൂടം. മുഹമ്മദ് നൌഷാദ് ഖാൻ എന്നയാളെ കൊലപ്പെടുത്തി കിണറ്റിലേക്കെറിഞ്ഞ സംഭവത്തിലാണ് ഇന്ത്യൻ പൗരന്റെ വധശിക്ഷ സൗദി അറേബ്യയിലെ അസീർ മേഖലയിൽ നടപ്പാക്കിയത്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാരനായ ജമാലുദ്ദീൻ ഖാൻ താഹിർ ഖാൻ എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ജാമ്യം അനുവദിച്ചത്. ഇടക്കാല ജാമ്യം നൽകുന്നതിനെ ED അതിശക്തമായി എതിർത്തിരുന്നു. പ്രചാരണം നടത്തുക എന്നത് മൗലിക അവകാശമോ ഭരണഘടനാ അവകാശമോ നിയമപരമായ അവകാശമോ അല്ലെന്നായിരുന്നു EDയുടെ വാദം. എന്നാൽ EDയുടെ എതിർപ്പിനെ തള്ളിയാണ് ജാമ്യം അനുവദിച്ചത്. കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് സൂചന. നരേന്ദ്രമോദി ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകില്ല. BJPക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇനിയും അധികാരം കിട്ടിയാൽ BJP ഭരണഘടന ഇല്ലാതാക്കുമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. BJP ഏറെ പ്രതീക്ഷാപൂർവ്വം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും BJP ഏറ്റവും വലിയ തോൽവി UPയിലായിരിക്കും നേടുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പിന്തുണയോടെ ഉത്തർപ്രദേശിലെ കനൌജിൽ സംഘടിപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ സംയുക്ത റാലിയിലാണ് പ്രതികരണം. രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും. മോദി അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇന്ത്യ സഖ്യം തോൽപ്പിക്കുമെന്ന ഭയമാണ് മോദിക്ക്. അടുത്ത 10-15 ദിവസം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുകയെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി.